നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിച്ചാ? ആ, ഞാൻ ഒരു 5:30 എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി. ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് എവിടെ പോകാനുണ്ടോ? എങ്ങോട്ടേക്ക് പോകാൻ? വേറെ എവിടേക്കല്ല, അടുക്കളയിൽ കയറണ്ടേ? സമയം 6:30. ഇത്രയും നേരത്തെ എഴുന്നേറ്റ് ഒരുങ്ങി റെഡി ആയിട്ടേ അടുക്കളയിൽ കയറേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ഇപ്പൊ അവിടെ ഉണ്ടല്ലോ, നീ പതുക്കെ കയറിയാൽ മതി. അയ്യോ, ഇപ്പൊ തന്നെ എനിക്ക് ടെൻഷനാ. അമ്മ എന്ത് വിചാരിക്കുന്ന വിചാരിച്ചിട്ട്. അമ്മ മാത്രല്ലല്ലോ, അവരും കൂടി ഉള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ, ഒരു 7 മണി കഴിയട്ടെ, ഒരു പതുക്കെ കയറിയാൽ മതി. അവിടുത്തെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ വീടുത്തെ എല്ലാ പണിയും നിന്റെ തലയിൽ വരും. നീ ഇവിടുത്തെ മൂത്ത മരുമകളും കൂടെ, മറക്കണ്ട. അപ്പൊ അമ്മ ചോദിച്ചാലോ? ഇതെല്ലാ പണിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നത് മോശമല്ലേ? എന്ത് മോശം? ഒരു മോശമില്ല. തൽക്കാലേ ഞാൻ പറയുന്നത് കേട്ട് നീ ഇവിടെ ഇരുന്നാ മതി. അമ്മ എന്തായാലും നേരത്തെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ടേ അടുക്കളയിൽ കയറി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. നീ എന്തായാലും ആ ശീലം മാറ്റാൻ നിൽക്കണ്ട. ഇനിയിപ്പോ ഈ വീട്ടിലെ ഇപ്പൊ ഒരു കുടുംബമല്ല, 2 കുടുംബം ഇവിടെ ഉള്ളത്. നീ തൽക്കാലം വന്ന് കിടക്കാൻ നോക്ക്. ഇനി എനിക്ക് കിടന്ന ഉറക്കം വരില്ല ഏട്ടാ. ഒന്നാമത് എന്റെ വീട്ടിൽ ഞാൻ 5:30 എഴുന്നേക്കുന്നതാ. 6 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലേ അമ്മേന്റെ വാലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. 5 മണിക്ക് എഴുന്നേറ്റ് അടിച്ചു വാരി തുടച്ച് പാത്രം കഴുകി എല്ലാം ചെയ്തിട്ട് വേണം ജോലിക്ക് പോകാൻ. അതൊക്കെ നിന്റെ വീട്ടില്. ഇപ്പൊ നീ ഇവിടെ ഉള്ളത്. ഞാൻ എന്തിനാ പറയുന്നത് നിനക്ക് പിന്നെ മനസ്സിലാവും. ഇനിയിപ്പോ നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഇതാ അവിടെ കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ട്, അതെടുത്ത് വായിക്കും. സാധാരണ വന്നു കയറുന്ന പെണ്ണുങ്ങളാണ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണത്. ഇവിടെ നിങ്ങളെ ഏട്ടനും ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ? നോക്കട്ടെ. നല്ല സ്നേഹത്തിലാ. താന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലേ തോള് കയറുന്ന ഞാനാവും. അതെ, പോണ്ട ഇപ്പൊ സമയം 7:30 കഴിഞ്ഞു. കിച്ചണിന്നാണെങ്കിൽ ആ പാത്രത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനിയും താഴെ ഇറങ്ങിയാൽ ശരിയാവില്ല കേട്ടോ. എന്തായാലും ഇത്രയും നിന്നില്ലേ, കുറച്ചുകൂടി നിക്ക്. തുടക്കത്തിൽ എല്ലാം ചെയ്ത് കാണിച്ചാലേ പിന്നെ എല്ലാ പണിയും നിന്റെ തലയിലാവും. എന്നാ പിന്നെ ഏട്ടൻ പറയുന്ന സമയത്ത് ഇറങ്ങാം. ഞാൻ പോയി കുറച്ച് റീൽസ് കാണട്ടെ. ഇന്നലത്തെ ന്യൂസ് പേപ്പർ ആണോ വായിച്ചോണ്ടിരിക്കുന്നത്? ഇതാ ഇന്നത്തെ ന്യൂസ് പേപ്പർ. അത് ഞാൻ ഇന്നലത്തെ പേപ്പർ വായിച്ചില്ലായിരുന്നു. എനിക്ക് ഡെയിലി കറക്റ്റ് ആയിട്ട് വായിച്ചില്ലെങ്കിലേ അതിന്റെ ഒരു കണക്ഷൻ കിട്ടില്ല. പിന്നെ നിങ്ങളെ പോലെ എപ്പോഴെങ്കിലും വായിക്കുന്നവർക്ക് ഏത് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പേപ്പർ വായിക്കുന്ന ആളാണെന്ന് സന്ധ്യനോട് ആരാ പറഞ്ഞേ? ഓരോ ദിവസത്തെയും പേപ്പർ കൃത്യമായിട്ട് വായിച്ചിട്ടില്ലെങ്കിലേ എനിക്ക് ഏത് പാതിരാത്രിയാണെങ്കിലും ഉറക്കം വരില്ല. ഞാൻ അതുകൊണ്ട് വായിച്ചേ കിടക്കാറുള്ളൂ. പിന്നെ ഞാനിതൊന്നും കല്യാണം കഴിഞ്ഞ ശേഷം കാണണമെന്നും അല്ല. ഞാൻ ജനിച്ച അന്ന് മുതലേ എന്റെ വീട്ടിൽ ഇംഗ്ലീഷ് പേപ്പർ വരുന്നതും വായിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ അങ്ങനെ. എന്റെ വീട്ടിലെ എന്റെ മുത്തശ്ശന്റെ കാലം തൊട്ടേ ടൈംസ് ഓഫ് ഇന്ത്യ വരുത്തിക്കൊണ്ടിരുന്നെന്ന് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ ആരും ഒരാൾ മുറ്റം അടിക്കോ? രാവിലെ ഇത്രയും നേരം അടുക്കളയിലായതുകൊണ്ട് മുറ്റം അടിക്കാൻ സമയം വൈകിപ്പോയി. അന്ന് അമ്മ ഇവിടെ ചൂല് വെക്കട്ടെ. അടിക്കുമ്പോ അവിടെയൊക്കെ ചേർത്തി അടിക്കണം കേട്ടോ മക്കളെ. പപ്പായിന്റെ ഇലയൊക്കെ വീട്ടിൽ നാശമായിരിക്കുന്നു. അമ്മ പാല് വാങ്ങിട്ട് വരാം അമ്മച്ചിന്റെ വീട്ടിൽ പോയിട്ട്. ഇട്ട് മോളെ. എനിക്ക് ഏട്ടന്റെ കുറച്ച് ഷർട്ട്സ് ഒക്കെ അയൺ ചെയ്ത് വെക്കാണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക്. പറഞ്ഞ നന്നായി. ഞാൻ ആ മെഷീനിലെ തുണിയൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുക. അന്ന് വിരിച്ചിട്ടില്ല വരെ. ഇവള് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. അമ്പടി കേമി എന്ന് വെച്ചിട്ട് ഈ വീട്ടിലെ മുറ്റം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു വരാനാ? ഏട്ടൻ പറഞ്ഞത് ശരിയാ. ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിലേ ജീവിതകാലം മുഴുവൻ എല്ലാ പണിയും എന്റെ തലയിലാവും. അതൊക്കെ അങ്ങനെ കിടക്കട്ടെ തൽക്കാലം. ഇതൊക്കെ ഒരുപാട് വലുതാണല്ലോ. ഇതൊക്കെ ഏട്ടൻ വാങ്ങിക്കൊണ്ടോ? എന്താ? അത് ഞാനേ ഇന്ന് ഓഫീസിൽ വരുന്ന വഴിക്ക് കണ്ടപ്പോ വാങ്ങിയതാ. അപ്പൊ ഈ പഴോ ഇത് ഏട്ടൻ വാങ്ങിയതാ? അത് ഞാൻ അതിന്റെ കൂടെ വാങ്ങിയതാ. അത് ശരി.
അപ്പൊ വീട്ടിലേക്കുള്ള ഫ്രൂട്ട്സ് മുഴുവൻ ഏട്ടനല്ലേ വാങ്ങിക്കൊണ്ടുവരുന്നേ? ആ, ഇതൊക്കെ സാധാരണ വീട്ടിലേക്ക് ഞാൻ തന്നെ വാങ്ങാറുള്ളത്. പിന്നെ അതൊക്കെ വില കൂടിയ സാധനങ്ങളല്ലേ. മോളെ, ഇപ്പം ഭക്ഷണം എല്ലാം ആക്കി വെച്ചിട്ടുണ്ടേ, കഴിക്കാൻ സമയമായില്ലേ? ആമേ, കഴിക്കാനായി. ഇന്ന് മോളൊരു കാര്യം ചെയ്യേ, ഭക്ഷണമൊക്കെ എന്നിട്ട് ടേബിളിൽ കൊണ്ടുപോയി സന്ധ്യ മോളെയും വിളിച്ച. എനിക്ക് വല്ലാത്ത തലവേദന മോളെ, ആ മിക്സി കിടക്കട്ടെ. രാവിലെ അമ്മ മുറ്റൊടിച്ച് വരാൻ പറഞ്ഞപ്പോ ഒന്നും ചെയ്യാണ്ട് ഒറ്റ പോക്ക് പോയതാ മുറിയിലേക്ക്. ഇത്ര നേരമായിട്ട് താഴെ ഇറങ്ങിയിട്ടില്ല. അത് ശരി. അപ്പൊ അവർക്ക് ഭക്ഷണം വെള്ളമൊന്നും വേണ്ടേ? ഫുൾ ടൈം മേലെ തന്നെയാ? അതൊന്നും അല്ല. കറക്റ്റ് ഫുഡിന്റെ സമയത്ത് രണ്ടാളും കൂടി താഴെ ഇറങ്ങും. ഭക്ഷണം കഴിച്ചാൽ സ്പോട്ടിൽ മേലെ ചെന്നിരിക്കും. അതാ ഇപ്പോഴത്തെ പരിപാടി. എന്നിട്ട് ആരും മുറ്റടിച്ചേ? നീയോ? ഞാൻ അടിച്ചു വരാന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ ഒന്നോർത്തപ്പോ ഏട്ടൻ പറഞ്ഞതിന് ശരി, ഒരു തവണ ചെയ്ത് കാണിച്ചാലേ പിന്നെ എന്നും ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. ജോലി അവിടെ ഇട്ടിട്ട് ഞാനങ്ങ് വന്നു. ആ, എന്തായാലും നന്നായി. എനിക്ക് അവളെ കണ്ടപ്പോഴേ തോന്നിയതാ അവന്റെ അതേ സ്വഭാവമൊക്കെ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞ രാവിലെ നേരത്തെ അടുക്കളയിൽ കയറിയിട്ട് പണിയൊന്നും എടുക്കണ്ടാന്ന്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. നീയിപ്പോ പട്ടിണി ഇരിക്കണ്ട അതിന്റെ പേരില്. സന്ധ്യേ, സന്ധ്യേ, ഒന്ന് ഫുഡ് കഴിക്കാൻ വാ. അതാ വരുന്നു. നിങ്ങളുടെ ഏടത്തി അമ്മയാണല്ലോ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത്. അതെന്താ, അവർ അമ്മന്റെ സ്ഥാനമായിട്ട് എടുത്തോ? അതാ ഞാനും നോക്കുന്നത്. ചിലപ്പോ അമ്മ ഇവിടെ ഉണ്ടായില്ല, അതായിരിക്കും. അവര് വിളിച്ചിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ. ഞാൻ തൊടുത്ത ഗസ്റ്റാ. എന്തായാലും ഞാൻ താഴെ പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. അവര് വലിയ ആളാകാൻ നോക്കുക. അല്ലെങ്കിലും നമ്മൾ താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്തോ, വിളിക്കുന്നോ, ഭക്ഷണം ഞാൻ ഇങ്ങോട്ട് എടുക്കാം. ആ, പിന്നെ താഴ്ന്ന് അവര് ചോദിക്കുകയാണെങ്കിലേ എനിക്ക് തലവേദനയായിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ മതി. ചേച്ചി, അവള് തലവേദനയിട്ട് കിടക്കാം. ഒരു കാര്യം ചെയ്തേ, ഭക്ഷണം എടുത്തന്നായി ഞങ്ങള് മോളിൽ പോയി കഴിച്ചോളാം. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. അമ്മേനോട് പറയാം, അമ്മ കൊണ്ടുവന്ന് തരും മേലേക്ക്. അത് ശരി, അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, അമ്മ ഇവിടെ ഉണ്ട്. തലവേദന എന്ന് പറഞ്ഞിട്ടേ കിടക്കുക. അത് വേണ്ട ചേച്ചി, അമ്മനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ചേച്ചി എടുത്തന്നായി. ചേച്ചി എല്ലാം വെച്ചിട്ടില്ലേ? ആ, എല്ലാം. ഇപ്പൊ നിനക്കിവിടെ സിറ്റുവേഷൻ ഏകദേശം മനസ്സിലായില്ലേ? അവനെ സൂചി കുത്താൻ ഇടം കൊടുത്തെങ്കിൽ തൂമ്പുകൊണ്ട് കിളച്ച് മറയ്ക്കും. അതെനിക്ക് നല്ലോണം മനസ്സിലായി. അവക്കൊരു തലവേദനയില്ല, ഒന്നുമില്ല, എല്ലാം അടവാ. പിന്നെ പെട്ടെന്ന് അവനങ്ങ് വന്ന് പറഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് പതറിപ്പോയെന്നുള്ള സത്യ. ഇനി വരട്ടെ. എന്നോട് കളിക്കാനാണ് ഭാവമെങ്കിലേ തിരിച്ച് നല്ല പണി കൊടുക്കാൻ എനിക്കും അറിയാം.